ലോകകപ്പിന്റെ ഒന്നാം സെമി ഫൈനൽ പോരാട്ടം അവസാനിച്ചപ്പോൾ ഒന്നുറപ്പായി. മാസങ്ങൾക്ക് മുൻപ് നടക്കാതെ പോയ സ്പെയിൻ അർജന്റീന മത്സരം ലോകകപ്പിന്റെ കലാശപ്പോരിൽ അരങ്ങേറും. അല്ലെങ്കിൽ യൂറോപ്യൻ വമ്പന്മാരുടെ ഏറ്റുമുട്ടൽ. ഏതായാലും ഫുട്ബോൾ ലോകം കിരീടധാരണം ഏറെ പ്രവചിച്ച ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചായിരുന്നു സ്പാനിഷ് വമ്പന്മാരുടെ ഫൈനൽ പ്രവേശനം. ലോകകപ്പ് രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 12:30 മത്സരം. ഈ ലോകകപ്പിൽ ഒരു സമനില പോലും വഴങ്ങാതെയാണ് അർജന്റീനയുടെ കുതിപ്പ്. എന്നാൽ മറുഭാഗത്ത് ഇംഗ്ലണ്ടാവട്ടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഗാനയുമായുള്ള മത്സരത്തിൽ ഗോൾരഹിത സമനിലയിൽ കുരുങ്ങിയിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന തുടർച്ചയായ 2ാം ഫൈനലാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ തോമസ് ടൂഷലിന് കീഴിൽ ഇംഗ്ലണ്ട് ഇറങ്ങുന്നത് തങ്ങളുടെ പൂർവികർ 1966 നേടിയ കിരീടം തിരിച്ചുപിടിക്കാനാണ്. അർജന്റീന ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ ഇംഗ്ലണ്ടിനെതിരായ ആദ്യ മത്സരം കൂടിയാണിത്. അർജന്റീനക്കായി 200-ലധികം മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയ ലയണൽ മെസ്സി ഇതുവരെ ഇംഗ്ലണ്ടിനെതിരെ കളിച്ചിട്ടില്ല. അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ ഇതുവരെ 14 മത്സരങ്ങളിലാണ് ഏറ്റുമുട്ടിയത്. അതിൽ 6 മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് വിജയിച്ചപ്പോൾ 3 മത്സരം അർജന്റീനക്കൊപ്പമായിരുന്നു. 5 മത്സരങ്ങൾ സമനിലയിൽ കലാശിക്കുകയും ചെയ്തു. ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരുടെ പോരാട്ടത്തിനു കൂടിയാണ് ഫുട്ബോൾ ലോകം ഇന്ന് സാക്ഷിയാവുക. 8 ഗോളുകളുമായി ഒന്നാമതുള്ള അർജന്റീന ക്യാപ്റ്റൻ ലയണൽ മെസ്സിയും 6 ഗോളുകളുമായി 4ാം സ്ഥാനത്തുള്ള ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ ഹാരി കെയ്നും യുവതാരം ജൂഡ് ബെല്ലിംഗ്ഹാമും കളത്തിലിറങ്ങും. കൂടുതൽ അസിസ്റ്റ് നേട്ടമുള്ള താരങ്ങളുടെ പോരാട്ടത്തിന് കൂടിയാണ് ഇന്ന് അറ്റ്ലാന്റ സ്റ്റേഡിയം സാക്ഷിയാവുക. 3 അസിസ്റ്റുകളുമായി ഇംഗ്ലണ്ടിന്റെ ബുക്കായോ സാക്കയും ആന്റണി ഗോർഡനും 5ാമതുണ്ട്. ഈ ലോകകപ്പിൽ 8 ഗോളുകൾ നേടിയ ലയണൽ മെസ്സി 2 ഗോളുകൾക്ക് അവസരമൊരുക്കി. ഗ്രൂപ്പ് ഘട്ടത്തിൽ അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ എന്നീ ടീമുകളെ തകർത്തായിരുന്നു അർജന്റീന നോക്കൌട്ടിലേക്ക് മുന്നേറിയത്. നോക്കൌട്ടിൽ കേപ്പ് വെർദെയുമായി അധിക സമയത്തായിരുന്നു അർജന്റീനയുടെ വിജയം. പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെ 2-3 ഗോളുകൾക്കായിരുന്നു മെസ്സിയും സംഘവും പരാജയപ്പെടുത്തിയതെങ്കിൽ 1-3 ഗോളുകൾക്കായിരുന്നു സ്വിറ്റ്സർലാൻഡിനെതിരായ ക്വാർട്ടറിലെ വിജയം. ഗ്രൂപ്പ് ഘട്ടത്തിൽ പനാമ, ക്രൊയേഷ്യ എന്നീ ടീമുകളെ പരാജയപ്പെടുത്തിയ ഇംഗ്ലണ്ട് ഗാനയ്ക്കെതിരെ ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞിരുന്നു. നോക്കൌട്ടിൽ DR കോങ്കോയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയ ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോയെ 2-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ക്വാർട്ടറിൽ നോർവേയെ 1-2 ഗോളുകൾക്ക് തകർത്താണ് ഇംഗ്ലണ്ടിന്റെ സെമി ഫൈനൽ പ്രവേശനം. ഇംഗ്ലണ്ട് ഈ ലോകകപ്പിൽ 13 ഗോളുകൾ അടിച്ചുകൂട്ടിയപ്പോൾ അർജന്റീന 17 ഗോളുകളാണ് എതിരാളികളുടെ വലയിലെത്തിച്ചത്. ഇരു ടീമുകളും 6 ഗോളുകൾ വീതം വഴങ്ങുകയും ചെയ്തു. ജൂലൈ 20 പുലർച്ചെ 12:30 നടക്കുന്ന കലാശപ്പോരിലേക്ക് സ്പെയിനിന്റെ എതിരാളികൾ ആരാവുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.